ഹായ്, ഒരു വീക്കെൻഡിൽ നല്ല കിടിലൻ സൺസെറ്റൊക്കെ കണ്ട് നല്ല കായൽ ഫ്രണ്ടേജ് ഉള്ളൊരു പ്രോപ്പർട്ടിയിൽ നല്ല രീതിക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എറണാകുളത്തു നിന്ന് തന്നെ വളരെ മിനിമം ദൂരത്ത് നല്ല കിടിലൻ ഫുഡും അവിടെ എൻജോയ് ചെയ്യാം. അവിടുത്തെ കെയർടേക്കറായിട്ടുള്ള ശിവ ചേച്ചി ഉണ്ടാക്കി തരുന്ന നല്ല നാടൻ നല്ല കിടിലൻ ടേസ്റ്റുള്ള ഫുഡൊക്കെ എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റേ നോക്കണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയിലോട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാനിത് കാക്കനാട് നിന്നാണ് ഈ പ്രോപ്പർട്ടിയിലോട്ട് പോകുന്നത്. വെറും 22 to 25 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ളൂ. പ്രോപ്പർട്ടിയുടെ കിടിലം വ്യൂ മാത്രമല്ല, നല്ല അടിപൊളി ഹോസ്റ്റുമാണ് നമുക്കവിടെ ഉള്ളത്. ഈവനിങ് ടൈമിൽ ഇവർ തരുന്ന ഒരു ചായയും സ്നാക്സൊക്കെ കുടിച്ച് ആ സൺസെറ്റൊക്കെ കണ്ട് ആ നല്ല കിടിലൻ കായൽ വ്യൂ ഒക്കെ കണ്ടിരുന്ന് നല്ല രീതിക്ക് റിലാക്സിങ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഒരു ബിസി ആയിട്ടുള്ള സിറ്റി ലൈഫൊക്കെ വിട്ട് മാറി ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സ്പോട്ടാണ് ഈ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി ആക്ച്വലി വരുന്ന പെരുമ്പളം ഐലൻഡിലാണ്. ഇതിലായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒരു പൂത്തോട്ടയിലുള്ള ജങ്കാര ഫെറിയിലൂടെ അല്ലെങ്കിൽ ബോട്ട് ജെട്ടിയിലൂടെ ആയിട്ടാണെങ്കിൽ നമുക്ക് വരാം. വണ്ടിയോട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ജങ്കാർ ഫെറിയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ജങ്കാറിൻ്റെ ഒക്കെ ടൈമിംഗ് ഒക്കെ ശരിക്കും നോക്കണം. ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് രാത്രി 10 മണി കഴിഞ്ഞിട്ട് എന്തോ ഫെറി ഇങ്ങോട്ടേക്ക് സർവീസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും പിന്നെ ഒരു പാലം പുതുതായിട്ട് പണിയുന്നുണ്ട്. അവിടെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അരൂർ മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന രീതിക്ക് ആക്സസബിൾ ആവും. ഇപ്പോൾ നിലവിൽ ആ പാലം ഒന്നും തുറന്നിട്ടില്ല. അതുകൊണ്ട് ഇത് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ജങ്കാറോ അല്ലെങ്കിൽ അത് ബോട്ടുമായിട്ട് മാത്രമേ നമുക്കിവിടെ വരാൻ പറ്റുള്ളൂ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് എങ്ങനെ വരണം എന്നുള്ളതും എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മുടെ ഹോസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് തരുന്നതാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്റ്റാണ്. ഒരു 1 BHK വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ കുക്കിങ്ങും ചെയ്യാം. ഇത് എയർബിഎൻബിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ്. എയർബിഎൻബി വഴി വേണമെങ്കിലും ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ഈ നമ്പറിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അതിൽ നേരിട്ട് വിളിച്ചിട്ടാണെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാം. എല്ലാ ഐറ്റംസും എല്ലാ പ്രോപ്പർട്ടീസും അവിടെ അവൈലബിൾ ആണ്. ഇത് ഷോർട്ട് ടൈമിലോട്ട് ഒരു പീരീഡ് ഓഫ് ടൈമിൽ വേണമെങ്കിലും ഇവിടെ ബുക്ക് ചെയ്ത് നമുക്ക് താമസിക്കാവുന്നതാണ്. അപ്പോൾ ഒരു എന്താ പറയുക, വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്തിട്ട് കുറച്ച് നാളെ ഒന്ന് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയിൽ താമസിക്കണം, അവിടെ താമസിച്ച് വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡിലുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഒരു 1 നൈറ്റാണ് ഇവിടെ സ്റ്റേ ചെയ്തത്. ഇതിന് വരുന്ന റേറ്റ് 3000 rupees ആയിരുന്നു പെർ നൈറ്റ് എനിക്ക് വന്ന റേറ്റ്. കൂടാതെ ഫുഡിന് എക്സ്ട്രാ ആയിരുന്നു. പെർ ഹെഡ് 300 രൂപ വെച്ചിട്ട് ഞങ്ങൾ 2 പേരായിരുന്നു. അപ്പോൾ 600 രൂപയായിരുന്നു ഫുഡിനുണ്ടായിരുന്ന റേറ്റ്. ഞങ്ങൾക്ക് പെർ ഹെഡ് 300 ആയ ഫുഡ് എന്ന് പറയുന്നത് ഈവനിങ്ങിൻ്റെ സ്നാക്സും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കൂടിയിട്ടാണ് ഈ റേറ്റ് വരുന്നത്. എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ് തന്നെയായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റും ആ ഫുഡിനുണ്ടായിരുന്നു. നല്ല നാടൻ അടിപൊളി കറികളൊക്കെ ആയിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഫുഡും ആയിരുന്നു അവിടെ. എനിക്കും എൻ്റെ വൈഫിനും ഇവിടുത്തെ ആംബിയൻസും ഫുഡും അതുപോലെ തന്നെ പ്രോപ്പർട്ടിയും ഹോസ്റ്റിൻ്റെ ഹോസ്പിറ്റാലിറ്റിയും എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല അടിപൊളി ആൾക്കാരായിരുന്നു. നിങ്ങൾക്കും പോയി ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുന്ന പോലെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. വലിയ പ്രൈസിങ്ങും അല്ല, അഫോർഡബിൾ പ്രൈസിങ്ങിലാണ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഈ ആംബിയൻസും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് ബുക്ക് ചെയ്തോളാം. ഈ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കാണുന്നതിൽ വിളിക്കുക, ബുക്ക് ചെയ്യുക, നിങ്ങളും എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും അടുത്തൊരു സ്പോട്ടുമായിട്ട് ഞാൻ ഇനിയും വരാവുന്നതാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.